കേരളത്തിലെ ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ കീഴിലുള്ള സെൽഫ് ഫിനാൻസിംഗ് നഴ്സിംഗ് കോളേജുകളിലേക്ക് MSc, പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് എന്നീ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷനായി അപേക്ഷകൾ ക്ഷണിച്ചു. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് വിഷയങ്ങളിൽ 50% മാർക്കോടെ +2 അല്ലെങ്കിൽ ഇക്വലന്റ് എക്സാമുകൾ വിജയിച്ച കുട്ടികൾക്ക് അപേക്ഷകൾ സമർപ്പിക്കാം. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ 25 ആപ്ലിക്കേഷൻ ഫീസ് 1200 രൂപയാണ്. അസോസിയേഷൻ വെബ്സൈറ്റായ www.amcsfnck.com എന്ന വെബ്സൈറ്റിലൂടെയാണ് ആപ്ലിക്കേഷനുകൾ നൽകേണ്ടത്. AMCS FNCKയുടെ കീഴിൽ ആകെ 35 കോളേജുകളാണുള്ളത്. അവയിലെ 50% സീറ്റുകളിലേക്കുള്ള അഡ്മിഷൻ നടക്കുന്നത് LBS മുഖേനയാണ്. ബാക്കി വരുന്ന 50% സീറ്റുകളിൽ NRI വിഭാഗം ഒഴിച്ചുള്ള സീറ്റുകളിലേക്കാണ് ഇവിടെ അഡ്മിഷൻ നടക്കുന്നത്. അതിനായി +2 ലഭിച്ച ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങളുടെ മാർക്കുകൾ ഇൻഡെക്സ് മാർക്കായി കൺവേർട്ട് ചെയ്യുകയും അതിനനുസരിച്ച് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി ആ റാങ്ക് ലിസ്റ്റിനനുസരിച്ചായിരിക്കും അലോട്ട്മെൻറ്റ് നടക്കുക. ഇനി ആപ്ലിക്കേഷൻ നൽകാനായി എന്തെല്ലാം കാര്യങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം. ആദ്യം രജിസ്ട്രേഷന് വേണ്ടി നമുക്ക് വേണ്ടത് വാട്സപ്പുള്ള ഒരു മൊബൈൽ നമ്പറും ആക്റ്റീവായ ഒരു ഇമെയിൽ ഐഡിയുമാണ്. ഇമെയിൽ ID Gmail ആകുന്നതാണ് നല്ലത്. സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസിന് വേണ്ടി നമുക്കൊരു ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അത് 2026 ജനുവരി 1 ശേഷം എടുത്തതായിരിക്കണം. ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ഓർ ലൈറ്റ് കളർ ആയിരിക്കണം. അതുപോലെ തന്നെ സൈസ് 100 KB കുറഞ്ഞതായിരിക്കണം. 120x150 പിക്സൽ ഡയമെൻഷനുള്ള JPG ഫോമാറ്റിലായിരിക്കണം ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടത് സിഗ്നേച്ചറിൻ്റെ സ്കാൻഡ് കോപ്പിയാണ്. അതിനായി ഒരു വൈറ്റ് ഷീറ്റ് പേപ്പർ എടുക്കുക, സൈൻ ഇടുക. ഫോട്ടോ എടുത്ത് 150x75 പിക്സൽ ഡയമെൻഷനിലേക്ക് മാറ്റുക. ശേഷം സൈസ് 100 KB താഴെയായി കൺവേർട്ട് ചെയ്യുക. JPG ഫോമാറ്റിൽ അപ്ലോഡ് ചെയ്യുക. ഈ ആപ്ലിക്കേഷൻ ഫില്ലിംഗ് എല്ലാം തന്നെ നമുക്ക് തനിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിനായി നമുക്ക് പല ആപ്പുകളും ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് നമ്മുടെ ഫോണിൽ ഉപയോഗിക്കാം. അക്ഷയ സെൻറ്റേഴ്സ് അവൈലബിൾ അല്ലാത്ത സ്ഥലങ്ങളിൽ, അതായത് ഇന്ത്യക്ക് പുറത്ത് നീറ്റ്, JEE, LBS, PNC, MAK തുടങ്ങിയ എല്ലായിടത്തും കുട്ടികൾ തനിച്ച് തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. ശ്രദ്ധിച്ച് ചെയ്യണമെന്ന് മാത്രം. അക്ഷയയിൽ പോയി ചെയ്യുന്ന പല ആപ്ലിക്കേഷനുകളും റിജക്റ്റായി എന്നതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഓക്കെ, ഇനി മറ്റുള്ള ഡോക്യുമെൻറ്റ്സ് എന്തെല്ലാമാണെന്ന് നോക്കാം. ഏജ് പ്രൂഫിനായി SSLC അല്ലെങ്കിൽ CBSEയുടെ 10th സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇവയിൽ ഏതെങ്കിലും ഒന്ന് അപ്ലോഡ് ചെയ്താൽ മതിയാകും. ഇനി നമുക്ക് ക്വാളിഫൈ എക്സാമിൻ്റെ മാർക്കാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. +2ൻ്റെയോ CBSE 12th സ്റ്റാൻഡേർഡിൻ്റെയോ മാർക്ക് ലിസ്റ്റാണ് അവിടെ അപ്ലോഡ് ചെയ്യേണ്ടത്. ഒറിജിനൽ മാർക്ക് ലിസ്റ്റ് കിട്ടാത്തവർ വെബ്സൈറ്റിൽ നിന്ന് എടുത്ത റിസൾട്ടിൻ്റെ കോപ്പി അപ്ലോഡ് ചെയ്താൽ മതിയാകും. അടുത്തത് വേണ്ടത് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റാണ്. ക്രിസ്ത്യൻ മൈനോറിറ്റി റിസർവേഷന് അർഹമായവരാണ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടത്. അടുത്തത് SC, BC, OBC, SC, ST എന്നീ വിഭാഗങ്ങൾക്കുള്ളതാണ്. അവർക്ക് ആവശ്യമെങ്കിൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടി വരും. ഏറ്റവും അവസാനം അപ്ലോഡ് ചെയ്യേണ്ടത് ആധാർ കാർഡാണ്. നമ്മുടെ ആധാർ കാർഡും ഇതിൻ്റെ കൂടെ തന്നെ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം തന്നെ JPG അല്ലെങ്കിൽ PDF ഫോമാറ്റിലാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ഫയൽ സൈസ് എന്ന് പറയുന്നത് 500 KB കൂടുതലാവാൻ പാടില്ല. ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം മാത്രം ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാൻ തുടങ്ങുക. AMCS FNCKയുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്താൽ ആദ്യം വരുന്ന വിൻഡോ ഇതാണ്. ഇവിടെ നമുക്ക് അപ്ലൈ ഓൺലൈൻ എന്നുള്ള ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഏത് കോഴ്സാണെങ്കിലും അപ്ലൈ ചെയ്യാം. BSc നഴ്സിംഗ് ആണ് ഞാൻ സെലക്ട് ചെയ്തത്. BSc നഴ്സിംഗ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് അഡ്മിഷൻ വിൻഡോയിലേക്കാണ് പോകുന്നത്. അവിടെ അപ്ലൈ നൗ എന്ന ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് നമുക്ക് കാണാൻ കഴിയും. ഇൻസ്ട്രക്ഷൻസ് എല്ലാം നന്നായി വായിച്ച് നോക്കുക. അതിനുശേഷം അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുമ്പോൾ വരുന്ന വിൻഡോ ഇതാണ്. ഇവിടെ ഇമെയിൽ ID കൊടുക്കണം. ഇമെയിൽ ID കൺഫേം ചെയ്യാനായി ഒന്നുകൂടി എൻ്റർ ചെയ്യുക. വാട്സപ്പുള്ള മൊബൈൽ നമ്പർ കൊടുക്കുക, കൺഫേം ചെയ്യുക, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. ശേഷം ക്യാപ്ച എൻ്റർ ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ തന്നെ നമുക്കൊരു ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജനറേറ്റ് ആവും. പിന്നെ നമുക്ക് ലോഗിൻ പേജിലോട്ട് പോയി നമുക്ക് ഈ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും അടിച്ചു കൊടുത്ത് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ പാസ്വേഡ് റീസെറ്റ് ചെയ്യാനുള്ള ഒരു വിൻഡോയാണ് ഓപ്പണായി വന്നത്. ഓട്ടോമാറ്റിക്കായിട്ട് സിസ്റ്റം ജനറേറ്റ് ചെയ്ത ഒരു പാസ്വേഡാണ് നമുക്ക് കിട്ടിയത്. അത് നമുക്കിഷ്ടമുള്ള പാസ്വേഡാക്കി റീസെറ്റ് ചെയ്യാൻ കഴിയും. ശേഷം നമുക്ക് ആപ്ലിക്കേഷൻ നമ്പറും ന്യൂ പാസ്വേഡും അടിച്ച് ഒന്നുകൂടി ലോഗിൻ ചെയ്യുക. ആദ്യമായി വരുന്നത് ഫീ പേയ്മെൻറ്റിനുള്ള ഓപ്ഷനാണ്. നമുക്ക് ഓൺലൈൻ ബാങ്കിങ് വഴിയോ UPI, ഡെബിറ്റ് കാർഡ് തുടങ്ങിയവ വഴിയോ നമുക്ക് പണം അടയ്ക്കാം. അല്ലെങ്കിൽ നമുക്ക് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ചെല്ലാൻ വഴിയും ഫീസ് അടയ്ക്കാൻ കഴിയും. ഇനി നമുക്ക് സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസാണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. ആദ്യം ഫോട്ടോ അപ്ലോഡ് ചെയ്യുക, സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുക, പിന്നെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, പേര്, ജെൻഡർ, റിലീജിയൻ, കാസ്റ്റ്, ഡേറ്റ് ഓഫ് ബർത്ത്, പ്ലേസ് ഓഫ് ബർത്ത്, നാഷണാലിറ്റി, ഏജ് എല്ലാം എൻ്റർ ചെയ്ത് കൊടുക്കണം. ഇനി നമ്മുടെ പാരൻസിൻ്റെ ഡീറ്റെയിൽസാണ്. അവരുടെ ഒക്കുപ്പേഷനും ആനുവൽ ഇൻകവും നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. കോൺടാക്ട് ഡീറ്റെയിൽസ് ആണ്. നമ്മുടെ പ്രസൻറ്റ് അഡ്രസ്സും പെർമനൻറ്റ് അഡ്രസ്സും എൻ്റർ ചെയ്ത് കൊടുക്കണം. കൂടെ ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു ഫോൺ നമ്പർ കൂടി കൊടുക്കേണ്ടതാണ്. അടുത്ത സ്റ്റെപ്പ് കോളേജ് ഓപ്ഷൻസ് സെലക്ട് ചെയ്യുക എന്നതാണ്.
AMCS FNCKയുടെ കീഴിലുള്ള 35 കോളേജുകളിൽ നിന്ന് 15 കോളേജുകളാണ് നമുക്ക് സെലക്ട് ചെയ്യാൻ കഴിയുന്നത്. ഓരോരുത്തരും അവർ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കോളേജുകൾ ആദ്യം സെലക്ട് ചെയ്യുക. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് റീഅറേഞ്ച് ചെയ്യാനോ പുതിയവ ആഡ് ചെയ്യാനോ കഴിയില്ല. അതുപോലെ ക്രിസ്ത്യൻ മൈനോറിറ്റി അല്ലാത്ത കുട്ടികൾ ഓപ്പൺ മെറിറ്റുള്ള കോളേജുകൾ നോക്കി വേണം കോളേജ് സെലക്ട് ചെയ്യാൻ. അതുകൊണ്ട് തന്നെ ആപ്ലിക്കേഷന് മുന്നേയായി ലിസ്റ്റിലുള്ള കോളേജുകളെക്കുറിച്ച് മനസ്സിലാക്കി പ്രയോറിറ്റി ലിസ്റ്റ് അനുസരിച്ച് 15 കോളേജുകൾ സെലക്ട് ചെയ്ത് വെക്കേണ്ടതാണ്. നമുക്ക് എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് ആണ് എൻട്രി ചെയ്യേണ്ടത്. നമ്മൾ ഏത് ബോർഡാണ് +2 എക്സാം എഴുതിയത് എന്നനുസരിച്ചായിരിക്കും മാർക്ക് എൻട്രി ചെയ്ത് കൊടുക്കേണ്ടത്. കേരള ബോർഡുകാർക്ക് +1ൻ്റെയും +2ൻ്റെയും മാർക്ക് എൻട്രി ചെയ്ത് കൊടുക്കണം. ICSE CBSEക്കാർക്ക് +2ൻ്റെ 2ാം വർഷത്തെ മാർക്ക് മാത്രം എൻട്രി ചെയ്താൽ മതി. 10ാം ക്ലാസ്സിൻ്റെയും +2ൻ്റെയും ഡീറ്റെയിൽസ് എൻട്രി ചെയ്ത ശേഷമാണ് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടത്. ഏജ് പ്രൂഫ്, ക്വാളിഫയിങ് എക്സാമിൻ്റെ സർട്ടിഫിക്കറ്റ്, റിസർവേഷൻ സർട്ടിഫിക്കറ്റ്സ്, ആധാർ കാർഡിൻ്റെ കോപ്പി ഇവയെല്ലാം ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് വെരിഫിക്കേഷൻ സ്റ്റെപ്പാണ്. ഇവിടെ നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടാകും. ഇത് നമ്മൾ നന്നായി വായിച്ച് നോക്കിയ ശേഷം കറക്റ്റ് ആണെങ്കിൽ മാത്രം സബ്മിഷൻ കൊടുക്കുക. കറക്ഷൻ ഉണ്ടെങ്കിൽ പ്രീവിയസ് പേജിൽ പോയി നമുക്ക് കറക്റ്റ് ചെയ്യാൻ കഴിയും. എന്നാൽ ഫൈനൽ സബ്മിഷൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എഡിറ്റ് ഓപ്ഷൻസ് ഉണ്ടാകുന്നതല്ല. ശേഷം എഗ്രി ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഫിനിഷ് ചെയ്യുക. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്താൽ പിന്നെ നമുക്ക് ഫോട്ടോയും സിഗ്നേച്ചറും ഉൾപ്പെടെയുള്ള നമ്മുടെ ഡീറ്റെയിൽസുകളെല്ലാം അടങ്ങിയ ഒരു PDF ഫയൽ കാണാൻ കഴിയും. ആ പേജിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുകയും അത് സൂക്ഷിച്ച് വെക്കുകയും ചെയ്യണം. ഈ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് അസോസിയേഷൻ്റെ ഓഫീസിലോ കോളേജുകളിലോ പോസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. എന്നാൽ ഇതിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന എല്ലാ ഡോക്യുമെൻറ്റ്സിൻ്റെയും ഒറിജിനൽ അഡ്മിഷൻ സമയത്ത് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. കൂടാതെ അഡ്മിഷൻ നടപടികൾ തുടരുന്നതിനായി നമുക്ക് AMCS FNCKയുടെ വെബ്സൈറ്റിൽ വീണ്ടും ലോഗിൻ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും സുരക്ഷിതമായി സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. എല്ലാവർക്കും അവരവർ ഇഷ്ടപ്പെടുന്ന കോളേജുകളിൽ തന്നെ അഡ്മിഷൻ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി.